ഓവർ ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരുന്നത്. അവിടെ നിന്ന് ഇതുപോലെ യോക്കിൽ മുഴുവനായിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ്. എന്നാൽ ഫില്ല് ചെയ്ത് നിൽക്കുന്നുമില്ല, കുറച്ച് മാറി മാറിയാണ് നിൽക്കുന്നത്. ഒരു ഓൾ ഓവർ ഡിസൈൻ പോലെയാണ്. ആദ്യം 3 സർക്കിളാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ടാണ് അടുത്ത വർക്ക് വരുന്നത്. അങ്ങനെ ഒരു വി ഷേപ്പിലുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. 4ഉം കോട്ടൺ ത്രെഡാണ്. പിന്നെ ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയ കുറച്ച് സ്റ്റിച്ചുകൾ വെച്ച് ഫില്ല് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം പിങ്ക് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ റിംഗ് നോട്ടിൻ്റെ ഫ്ലവറാണ് ആദ്യം കൊടുക്കാനായിട്ട് പോകുന്നത്. സെയിം കളർ വെച്ച് ഈ ഒരു കോർണറിൽ ഒരു ലോങ് ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ലീഫ് കൊടുക്കാൻ പോവാണ്. നോർമൽ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ലീഫാണ് കൊടുക്കുന്നത്. ചെറിയൊരു ലീഫാണ് കൊടുക്കുന്നത്. വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബുള്ളിയൻ നോട്ട് വെച്ചുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ഒരു 20 പ്രാവശ്യം വൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെയിം ഫ്ലവർ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗത്ത് ഒരു ക്രീം കളറിലെ ത്രെഡ് എടുത്തിട്ട് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും റിംഗ് നോട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ 6 എണ്ണം യോക്കിൽ മുഴുവനായിട്ട് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. യോക്കിൽ മുഴുവനായിട്ട് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.